ഇന്ന് നടന്ന വാദപ്രതിവാദങ്ങൾ ഓൺലൈനിൽ കണ്ട ആളാണല്ലോ. ഇന്നും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ജഡ്ജിയും തമ്മിൽ ചെറിയൊരു ഉരസലുണ്ടായി. സമൂഹത്തിന് മാതൃകയാകുന്ന ശിക്ഷാവിധി വേണം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ വിധി പ്രഖ്യാപിക്കേണ്ടതെന്ന ചോദ്യം ഉണ്ടാവുന്നു. അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, അങ്ങനെ ആവശ്യപ്പെടുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഇങ്ങനെ ചില എന്താ പറയുക എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇന്നത്തെ ഈ ശിക്ഷാവിധിക്ക് മേലുള്ള വാദത്തെ എങ്ങനെ കാണണം? അഭിലാഷ്, ഈ നടിയെ ആക്രമിച്ച കേസിന്റെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദമാണിന്ന് കോടതിയിൽ രാവിലെ നടന്നത്. അത് സാധാരണഗതിയിൽ അത്തരം ആർഗ്യുമെന്റുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിൽ കൗതുകമുണ്ടായിരുന്നു. കാരണം കോടതി കയറിയപ്പോൾ തന്നെ ഈ കേസ് ആദ്യം വിളിച്ചു മാറ്റിവെച്ചു. പിന്നീട് മറ്റ് കേസുകളെല്ലാം പരിഗണിച്ച ശേഷമാണ് ഈ ശിക്ഷാവിധിയിൽ വാദം കേൾക്കാൻ കോടതി തയ്യാറായത്. അപ്പോൾ പ്രതികളെല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം കോടതി പ്രധാനമായും ഈ കോടതിയുടെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്ന വിമർശനങ്ങൾ കോടതി കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കുള്ള കർശനമായ ചില നിർദ്ദേശങ്ങളാണ് കോടതി നൽകിയത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ മാത്രമേ നൽകാവൂ എന്നാണ് കോടതി ആദ്യം തന്നെ പറഞ്ഞു വെച്ചത്. അതല്ലാതെ ജഡ്ജിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചികഞ്ഞെടുത്തോളൂ, പക്ഷേ കോടതി നടപടികളും ജഡ്ജ്മെന്റിനെ കുറിച്ചും വാസ്തവമായ കാര്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യാകൂ എന്നുള്ളതും ഒപ്പം തന്നെ അഭിഭാഷകർക്കും ഇത് ചില നിർദ്ദേശങ്ങൾ കോടതി നൽകി. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്ത് ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അത് കോടതി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത് കൂടിയായിരുന്നു. അതിനുശേഷം കോടതി പ്രതികളെയെല്ലാം വിളിച്ച് വരുത്തി അവർക്ക് ഓരോരുത്തർക്കും ഈ ശിക്ഷാവിധി സംബന്ധിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള കോടതി നടപടി സംബന്ധിച്ച് അവർക്ക് ശിക്ഷ കേൾക്കുന്നതിന് മുൻപ് പറയാനുള്ളതാണ് കോടതി ചോദിച്ചത്. പൾസർ സുനി ആ കേസിലെ 1-ാം പ്രതിയാണ്. ഒറ്റ വാക്കിൽ എനിക്ക് പ്രായമായ അമ്മയുണ്ട് എന്ന് മാത്രം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് 3-ാം പ്രതിയും 2-ാം പ്രതിയുമാണ് കുറച്ചേറെ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. അതായത് കുറച്ച് വൈകാരികമായിരുന്നു അവരുടെ കുടുംബ പശ്ചാത്തലം. അതിൽ 2-ാം പ്രതി പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 5.5 വർഷം ഞാൻ ജയിലിൽ കിടന്നു, മാത്രമല്ല എനിക്ക് ശിക്ഷ നൽകുമ്പോൾ അതുകൂടി പരിഗണിക്കണം എന്നുള്ളൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. അതിൽ വിജീഷാണ് കുറച്ചുകൂടി, അതായത് അയാളുടെ ഈ ശിക്ഷാവിധിയിൽ കുറവ് വരുത്തണമെന്നല്ല, അയാൾ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പറഞ്ഞു. അതായത് നിരപരാധിയാണ് എന്ന് പറയാത്തത് വിജീഷ് മാത്രമാണ്. ബാക്കി എല്ലാവരും പറഞ്ഞു ഞങ്ങൾ നിരപരാധിയാണെന്ന്. വിജീഷ് പറഞ്ഞത് എനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം, ഞാൻ തലശ്ശേരിക്കാരനാണ്, അതുകൊണ്ട് കണ്ണൂർ ജയിൽ തന്നെ എനിക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. മറ്റുള്ളവരെല്ലാം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. പിന്നീട് ശിക്ഷാവിധിയിലുള്ള വാദത്തിലേക്ക് പോയപ്പോൾ ഒരു കൊടുമ്പിരി കൊണ്ട വാദം, അതായത് ഇഴകീറിയുള്ള പരിശോധന, അതിൽ പ്രധാനമായും ഈ കേസിൽ ബലാത്സംഗ കുറ്റം എല്ലാവർക്കും തെളിഞ്ഞതാണ്. അപ്പോൾ ആ കോടതി പക്ഷേ ജഡ്ജ് പ്രധാനമായി എടുത്തു ചോദിച്ചത് ഇതിൽ പ്രോസിക്യൂഷൻ കേസ് തന്നെ ബലാത്സംഗ കുറ്റം നടത്തിയിട്ടുള്ളത് അക്യൂസ്ഡ് 1, അതായത് പൾസർ സുനിയാണ്. മറ്റുള്ളവരെല്ലാം അതിനുവേണ്ടിയുള്ള അസോസിയേറ്റായി പ്രവർത്തിച്ചവരാണ്, അതിൻ്റെ തട്ടിക്കൊണ്ടുപോകലും ബലപ്രയോഗവും ഒക്കെ നടത്തിയവരാണ്. അപ്പോൾ ബലാത്സംഗ കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷ അത് ബാക്കിയുള്ളവർക്ക് കൂടി ബാധകമാകുമോ എന്നുള്ള കാര്യത്തിലാണ് വിശദമായ ഒരു വാദപ്രതിവാദം പ്രോസിക്യൂഷനും ആയിട്ട് നടന്നത്. അതിൽ പ്രോസിക്യൂഷനും ജഡ്ജും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അതിനൊപ്പം തന്നെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞത് സമൂഹത്തിന് മാതൃകയാവുന്ന വിധി വേണം. അപ്പോൾ കോടതി എടുത്തു പറഞ്ഞു വിധി സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, വിധി സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ വിശകലനം നടത്തിയത്. അതിനൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദം കോടതി കേട്ടു. അതിനിടയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചില തടസ്സപ്പെടുത്തലുണ്ടായി. അപ്പോൾ കോടതി പറഞ്ഞത് ഇത് ട്രയലിന്റെ സമയമല്ല, ഇത് ശിക്ഷാവിധിയിലുള്ള വാദമാണ്, എല്ലാ പോയിന്റുകളിലും പ്രോസിക്യൂഷൻ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ഈ വിക്ടിമിനെ കുറിച്ചും കാരണം വിക്ടിമിന് സംഭവിച്ച കാര്യങ്ങൾ കോടതി എടുത്തു പറഞ്ഞു. അവരുടെ അവസ്ഥയെക്കുറിച്ചും കോടതി എടുത്ത് സൂചനകൾ നൽകി. അതിനൊപ്പം തന്നെ പ്രതിഭാഗം ഈ 376 നിൽക്കില്ല എന്ന് പറഞ്ഞു, അവരുടെ പ്രതികൾക്ക് നിൽക്കില്ല എന്ന് പറഞ്ഞ് വാദിച്ചപ്പോൾ കോടതി പറഞ്ഞത് 376 എല്ലാവർക്കും തെളിഞ്ഞതാണ്, അതിനി എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ ഏതായാലും ശക്തമായ വാദപ്രതിവാദം കഴിഞ്ഞു. ഇനി 3:30 വിധി പ്രസ്താവിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വിധിയാണ്? അതായത് 2 കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. ഈ ബലാത്സംഗ കുറ്റം അത് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അത് പൾസർ സുനിക്കും 6 പ്രതികൾക്കും കൂട്ടുപ്രതികൾക്കും ഒരുമിച്ച് എല്ലാവർക്കും അത് കിട്ടുമോ? അതല്ല പൾസർ സുനിക്ക് മാത്രം ജീവപര്യന്തവും മറ്റുള്ളവർക്ക് അതിൽ ഇളവ് ലഭിക്കുമോ? ഏതായാലും ഇനി 3:30 അത് സംബന്ധിച്ചുള്ള ആ വിധി, കോടതിയുടെ ഏറ്റവും ആകാംക്ഷ നിർഭരമായ ആ വിധി, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് അഭിലാഷ്. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി 3:30 വരാൻ പോവുകയാണ്. ഇന്ന് 11:30 കേസിലെ ശിക്ഷാവിധിയിന്മേലുള്ള വാദം ആരംഭിച്ചത്. ആദ്യം കോടതി പ്രതികൾക്ക് പറയാനുള്ളത് കേട്ടു. പ്രതികൾ 6 പേരും തങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യം, അമ്മയുണ്ട്,
മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഞാനാണ് ഏക ആശ്രയം, അതുകൊണ്ട് പരമാവധി ശിക്ഷാ ഇളവ് നൽകണം എന്ന ആവശ്യമാണ് പ്രതികൾ മുന്നോട്ട് വെച്ചത്. പ്രോസിക്യൂഷന്റെ വാദം നടന്നു. പ്രോസിക്യൂഷന്റെ വാദത്തിൽ പ്രോസിക്യൂഷൻ എല്ലാ പ്രതികൾക്കും കർശനമായ ശിക്ഷ, ജീവപര്യന്തം, ഇളവുകളില്ലാത്ത ജീവപര്യന്തം എന്ന ആവശ്യം ഉന്നയിച്ചു. എല്ലാ പ്രതികളും ഇക്കാര്യത്തിൽ സമാന കുറ്റം ചെയ്തവരാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. തുടർന്ന് പ്രതിഭാഗത്തിന്റെ വാദം നടന്നു. എല്ലാ പ്രതികളും ഒരേ കുറ്റകൃത്യമല്ല ചെയ്തത്. ഒന്നാം പ്രതി മാത്രമേ നടിയെ ഫിസിക്കലായി അസോൾട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 2 മുതൽ 6 വരെ പ്രതികൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആനുപാതികമായ ശിക്ഷ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു വാദം. അങ്ങനെ 1 മണിക്കാണ് ശിക്ഷാവിധിയിന്മേലുള്ള വാദം അവസാനിച്ചത്. തുടർന്ന് 3:30 ഈ കേസിന്റെ വിധി പറയും. എല്ലാം എൻ്റെ വിധിയിലുണ്ടാകും, നമുക്ക് കാണാം എന്ന് ജഡ്ജി ഹണിയം വർഗീസ് കോടതിയിൽ പറയുകയും ചെയ്തു. എന്ത് ശിക്ഷ എന്ന കാത്തിരിപ്പാണ് ഇനി 3:30 വരെ. ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, കോടതി തുടങ്ങിയത് തന്നെ ചില മുന്നറിയിപ്പുകളോടെയാണ്. അഭിഭാഷകരും മാധ്യമങ്ങളും കോടതിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്, കോടതിയലക്ഷ്യ നിയമത്തിന്റെ ഒരു വാൾ കോടതി തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ കോടതിയലക്ഷ്യ കേസുകൾ 18-ാം തീയതി പരിഗണിക്കാനായി മാറ്റിക്കൊണ്ടാണ് കോടതി പിരിയുകയും ചെയ്തിട്ടുള്ളത്. വിമർശനങ്ങളെ കോടതി ഗൗരവമായി കാണുന്നുണ്ട്. ഒപ്പം പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വാദം ഉന്നയിക്കുകയും ചെയ്തു. നമ്മൾ 3:30 എന്താണ് കാത്തിരിക്കുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ഈ നടിയെ ആക്രമിച്ച കേസിന്റെ ശിക്ഷാവിധിയിലുള്ള വാദം കേൾക്കാൻ വേണ്ടി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ മുന്നറിയിപ്പുമായിട്ടാണ് കോടതി ഈ നടപടികൾ ആരംഭിച്ചത്. അത് പ്രത്യേകിച്ച് ചില അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കുമായിരുന്നു ആ മുന്നറിയിപ്പ്. ചില അഭിഭാഷകർ ഈ നടപടികൾ റെക്കോർഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് കോടതി നടപടികളുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതല്ലാതെ സമീപ ദിവസങ്ങളിലൊക്കെ ഈ വിധിയുമായി ബന്ധപ്പെട്ട കോടതി നടപടിയുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കുന്നുണ്ട്. തൻ്റെ പേരിൽ, വ്യക്തിപരമായ പേരിൽ തൻ്റെ ഭാവിയും ഭൂതവും ഒക്കെ നിങ്ങൾ ഇഴകേറി പരിശോധിച്ചോളൂ, പ്രചരിപ്പിച്ചോളൂ. പക്ഷേ കോടതി നടപടി, കോടതിയുടെ തീരുമാനങ്ങളെ അതിൻ്റെ അന്തസ്സോടെ വേണം വ്യാഖ്യാനിക്കാൻ എന്നുള്ള മുന്നറിയിപ്പാണ്. മാത്രമല്ല അതിൽ നടപടി ഉണ്ടാകും. നടപടിക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കേസുകളുടെ കാര്യങ്ങൾ കൂടി കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ കേസിന്റെ ശിക്ഷാവിധിയിലുള്ള വാദം, ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായി മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത് പൾസർ സുനി ചെയ്ത അതേ കുറ്റം 120p കൂടി ഉള്ളതുകൊണ്ട് ഈ 6 പേർക്കും ബാധകമാണ്. അപ്പോൾ പൾസർ സുനിക്ക് പരമാവധി ജീവപര്യന്തം എന്ന ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ തന്നെ നൽകണം, അത് 6 പേർക്കും നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി അതിനിടയിൽ ചോദിച്ചത് ഈ 6 പേരിൽ ഒരാൾ മാത്രമേ റേപ്പ് എന്ന് പറയുന്ന കൃത്യം കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ, അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ബാധകമാകും, മാത്രമല്ല മാനസാന്തരത്തിനുള്ള അവസരം കൂടി അവരുടെ പരിഗണിക്കേണ്ടതില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ നിലപാടിൽ ഉറച്ചു നിന്നു. എല്ലാ പ്രതികൾക്കും 6 പേർക്കും ജീവപര്യന്തം ശിക്ഷ തന്നെ വേണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു കാര്യം കൗതുകകരമാണ്. ഈ കേസിന്റെ തീരുമാനങ്ങൾ കഴിഞ്ഞതാണല്ലോ, അപ്പോൾ എന്നിട്ടും പ്രോസിക്യൂഷൻ പറഞ്ഞു ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിക്കുകയാണ്, കാലക്രമേണ പല കാര്യങ്ങളും വെളിപ്പെടും. അപ്പോൾ കോടതി ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു നടക്കുന്ന പല ചർച്ചകളുടെയും പരോക്ഷമായ സൂചനകളും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമൊക്കെ ഈ ശിക്ഷയിന്മേലുള്ള വാദത്തിനിടയിൽ കോടതിയിൽ വന്നു എന്നുള്ളതാണ്. മാത്രമല്ല കോടതി അതിനിടയിലാണ് പറഞ്ഞത് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി ഉള്ളതല്ല, സമൂഹത്തിന് മാതൃക ആവേണ്ടതാണ് ജഡ്ജ്മെന്റ് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറയേണ്ടവരുണ്ടെങ്കിൽ അത് ഈ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം വേണം അഭിപ്രായം പറയാൻ, അതല്ലാതെ അഭിപ്രായം പറയാൻ നിൽക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഏറ്റവും ഒടുവിൽ കോടതി നൽകിയിട്ടുണ്ട്. അപ്പോൾ കോടതി ഇതെല്ലാം കാണുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിനെതിരെ അവരുടെ തീരുമാനങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ, ഡിസ്കഷൻസ് എല്ലാം കോടതി കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നത് ഇന്നത്തെ ഒരു പ്രൊസീഡിങ്സ് കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത്തരം കോടതിയുടെ ജഡ്ജ്മെന്റിനെയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ അപകീർത്തികരമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടാൽ അതിൽ ചർച്ചയുണ്ടായാൽ അതിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഈ ശിക്ഷയിൽ വാദം കേട്ടപ്പോൾ തന്നെ അതിനുശേഷം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കോടതി അലക്ഷ്യ കേസുകൾ കൂടി പരിഗണിച്ചു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെല്ലാം ഈ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം നടൻ ദിലീപ് സമർപ്പിച്ച
കോടതിയലക്ഷ്യ കേസുകൾ കൂടിയാണ് എന്നാണ് തോന്നുന്നത്. അതെല്ലാം 18-ാം തീയതിയിലേക്ക് പരിഗണിക്കാൻ വേണ്ടി കോടതി മാറ്റിവെക്കുകയും ചെയ്തു. അത് ഒരുമിച്ച് പരിഗണിക്കാം, നിരവധി ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. ഏതായാലും ആ സുപ്രധാനമായ വിധി, കാരണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കം 4 പ്രതികളെ ഗൂഢാലോചന കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കി. ഇപ്പോൾ നിലനിൽക്കുന്നത് നേരിട്ട് റേപ്പ് നടത്തിയ പ്രതികളാണ്. അതിൽ റേപ്പിന്റെ ഡെഫിനിഷൻ സംബന്ധിച്ചൊക്കെ പ്രതിഭാഗം ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചത് അത് കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. 2013 അമെൻമെന്റിന് ശേഷം ഈ സാഹചര്യം ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന കുറ്റകൃത്യം റേപ്പിന്റെ പരിധിയിൽ തന്നെ വരും എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബലാത്സംഗം എന്ന് പറയുന്നത് നടന്നിരിക്കുന്നു എന്ന് കോടതി ഏതായാലും കണ്ടെത്തി കഴിഞ്ഞു. ഇന്ന് ഈ ശിക്ഷയിലുള്ള വാദത്തിനിടയിലും പ്രതിഭാഗം അതിന്റെ സംശയം പ്രകടിപ്പിച്ചപ്പോഴും അതിൽ സംശയിക്കേണ്ട കാര്യമില്ല, ഇത് ബലാത്സംഗം തന്നെയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷയാണ് ഇതിൽ പ്രധാനമായും പ്രതികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കേണ്ടത്. അത് എല്ലാവർക്കും ജീവപര്യന്തം നൽകണം എന്നുള്ള വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനപ്പുറം ഒരു ശിക്ഷ പരിഗണിക്കുകയേ വേണ്ട എന്നുള്ളതായിരുന്നു. അപ്പോൾ കോടതി ചോദിച്ചത് എല്ലാവർക്കും ഇത് ബാധകമാണോ, കുറഞ്ഞ ശിക്ഷയും കൂടിയ ശിക്ഷയും പരിഗണിക്കേണ്ടത് എന്നതൊക്കെയുള്ള കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളായി വന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെയൊക്കെ പല വാദങ്ങളും പോയിന്റുകളും നിരത്തിക്കൊണ്ടാണ് എതിർത്തത്. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പലവിധമായി, ഓരോ പ്രതികൾക്കും ഓരോ അഭിഭാഷകരാണ് പ്രത്യേകമായി അവരുടെ ഭാഗങ്ങൾ വാദിച്ചത്. അതിൽ 5-6 പ്രതികൾക്ക് വേണ്ടി ഒറ്റ അഭിഭാഷകനാണ് വന്നത്. അതിൽ അവരെല്ലാം വാദിച്ചത് ശിക്ഷയിൽ കുറവ് വരണം, അതുപോലെ തന്നെ ഈ അവരുടെ പ്രതികളുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കണം, അവരുടെ പ്രായം പരിശോധിക്കണം. അതിനിടയിൽ പൾസർ സുനിയുടെ പൂർവ്വകാല ചെയ്തികൾ, ഒരു ക്രിമിനൽ പശ്ചാത്തലം, അതിനകത്ത് റോബറി കേസും ഒരു NDPS കേസും ഉണ്ടായിരുന്നു, അതുകൂടി പരാമർശിക്കപ്പെട്ടു. പക്ഷേ കോടതി പറഞ്ഞത് അതിൽ NDPS കേസിൽ കുറ്റവിമുക്തനായി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, മറ്റൊന്നും വന്നിട്ടില്ല. റോബറി കേസിൽ FIR-ഉം അതുപോലെ തന്നെ വാറണ്ടും മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് എത്തിച്ചിട്ടില്ല. അതൊരു ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന രേഖകൾ പ്രതിയുടെ പൂർവ്വ പശ്ചാത്തലം പരിഗണിക്കാനുള്ള രേഖകളായിട്ട് തെളിവായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നൊക്കെ കോടതി അതിനിടയിൽ പറയുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു, ഈ നടന്നിരിക്കുന്നത് ബലാത്സംഗമാണ്. അപ്പോൾ അതിനകത്ത് കോടതി ഉന്നയിച്ചൊരു സംശയം, ഈ 6 പ്രതികൾക്കും അതിനകത്ത് തുല്യ പങ്കാളിത്തം വരുമോ എന്നുള്ളതാണ്. അത് വരും എന്നുള്ളത് പ്രോസിക്യൂഷൻ സമർത്ഥിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കോടതി ഉൾക്കൊള്ളുക, വ്യാഖ്യാനിക്കുക എന്നുള്ളത് ജഡ്ജ്മെന്റ് വരുമ്പോൾ അറിയാം. ഏതായാലും 3:30-ക്ക് വിധി പറയും എന്ന് പറഞ്ഞാണ് കോടതി പിരിഞ്ഞിരിക്കുന്നത്. 3:30-ക്ക് കേരളം കാത്തിരിക്കുന്ന സുപ്രധാനമായ വിധിയാണ്. ബലാത്സംഗ കേസിനുള്ള പരമാവധി ശിക്ഷയായ ജീവപര്യന്തം അത് പൾസർ സുനിക്കും എല്ലാ 6 പ്രതികൾക്കും കിട്ടുമോ, അതല്ല ശിക്ഷയിൽ പിന്നീട് കുറവുണ്ടാകുമോ, അതല്ല ഈ ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ എല്ലാ പ്രതികൾക്കും കിട്ടില്ലേ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞപ്പോൾ അവശേഷിക്കുന്നത്. അതിനെല്ലാമുള്ള ഉത്തരമാണ് 3:30-ക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറയാൻ പോകുന്ന ജഡ്ജ്മെന്റ്. അഭിലാഷ്, കാത്തിരിക്കുകയാണ് ആ വിധി പ്രഖ്യാപനത്തിലേക്ക്. 3:30-നാണ് വിധി വരിക.